ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. കൊല്ലം ബീച്ച് ഓർക്കിഡിൽ നടക്കുന്ന യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സമകാലിക വിഷയങ്ങളും സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. ഗോകുൽ രമേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളിന്മേലാകും ചർച്ച നടക്കുക? ഗോകുലിലേക്ക്. ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. കൊല്ലം ബീച്ച് ഓർക്കിഡിൽ നടക്കുന്ന യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പങ്കെടുക്കും. ഗോകുൽ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? വിവരങ്ങൾ. രോഹിണി, എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കൊല്ലത്ത് ഈ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം എത്രയും വേഗം തന്നെ യോഗ നടപടികൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനം. 3 മണിയോടുകൂടി സംസ്ഥാന സമിതി യോഗം ആരംഭിക്കും. കൊല്ലത്ത് ബീച്ച് ഓർക്കിഡ് റിസോർട്ടിലാണ് ഈ ഒരു നടപടിക്രമങ്ങൾ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും അമൃതാനന്ദമയി അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട അമൃതപുരിയിലായിരുന്നു ജെ.പി. നദ്ദ. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ പ്രവർത്തകരും ബാക്കി നേതാക്കളും ഒക്കെ ഇവിടെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ, ദേശീയ അധ്യക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗ നടപടികൾ ആരംഭിക്കും. പ്രധാനമായിട്ടും ബി.ജെ.പിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിലെ മുഖ്യ അജണ്ടയായിട്ട് ഉണ്ടാവുകയെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരുക്കങ്ങൾ വിലയിരുത്തും. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നിലവിലത്തെ സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. സമരപരിപാടികളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 163 അംഗ സംസ്ഥാന സമിതി യോഗം തെരഞ്ഞെടുത്തതിന് ശേഷം ചേരുന്ന ആദ്യ യോഗം കൂടിയിട്ടാണ് ഇന്ന് കൊല്ലത്ത് നടക്കാനിരിക്കുന്ന യോഗം. എന്തായാലും അതിന്റെ ഒരു പ്രാധാന്യം കൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങളും അതിന്റെ വിലയിരുത്തലുകളും, ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകളും ഒക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള മറ്റ് നേതാക്കളടക്കമുള്ള ആളുകൾ പ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം 5 മണിയോടുകൂടി ജെ.പി. നദ്ദയുടെ വാർത്താ സമ്മേളനവും ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങി പോകുന്നുണ്ടാകുക. എന്തായാലും സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ദേശീയ അധ്യക്ഷൻ നേരിട്ടെത്തി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിന് വേണ്ട നേതൃത്വവും അതോടൊപ്പം തന്നെ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കൊല്ലത്ത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നു ചേർന്നാൽ ഉടൻ തന്നെ 3 മണിയോടുകൂടി തന്നെ യോഗ നടപടികൾ ആരംഭിക്കും. രാവിലെ മുതൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള യോഗങ്ങൾ ചേർന്ന് വരികയായിരുന്നു. ജില്ലാ അധ്യക്ഷന്മാരുടെയും അതോടൊപ്പം തന്നെ പ്രഭാരിമാരുടെയും ഒക്കെ യോഗം ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മണിയോടുകൂടിയിട്ടായിരിക്കും സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.